ദേവൻ എന്ന് പറയുന്ന ഈ നടൻ്റെ ഒരു ഗതികേട് കണ്ടില്ലേ? കാരണം ഇദ്ദേഹം ഒരു വില്ലനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നു. പല സിനിമകളിലും വില്ലനായിട്ടാണ് വന്നിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനോട് ആ വില്ലൻ്റെ ഒരു രീതിയിൽ ആളുകൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നില്ല. കാരണം ഒരു സുന്ദരനായ വില്ലനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ കണ്ടിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ BJP-യിൽ പുള്ളി പോയി. ഇപ്പോൾ അദ്ദേഹം കണ്ടില്ലേ, ഈ ആളുകളുടെ മുമ്പിൽ ഒരു നാണക്കേടുണ്ടായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രഷറോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്ന രീതിയായി കാണുന്നത് കണ്ടില്ലേ? അപ്പോൾ ആളുകൾ ഒരു കോമാളിയെ പോലെ നോക്കി ചിരിക്കുകയാണ് ഇദ്ദേഹം കാണിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ കൊണ്ട് ഇദ്ദേഹത്തിനുണ്ടായ ആ വാല്യൂ നഷ്ടപ്പെടുകയാണ്. ജനങ്ങളുടെ ഈ ദേവൻ എന്ന് പറയുന്ന നടനൊരു വാല്യൂ ഉണ്ട്, ആ മൂല്യം ഇദ്ദേഹം ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ? ഇപ്പോൾ എന്തൊക്കെയോ കോമാളി കൊച്ചു പിള്ളേർ കിടന്ന് കാണിക്കുന്ന മാതിരി പുള്ളിക്കാരൻ പ്രഷർ കൂടി. ഇവർ കിടന്ന് ജനങ്ങൾ പ്രതികരിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരനെ പിടിച്ചേക്കാൻ പറ്റണില്ല. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് കാണുന്നത് കണ്ടില്ലേ? എന്തൊരു ഗതികേടാ നോക്കൂ. ഇതാണ് ഓരോ സ്ഥലത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ സിനിമ നടന്മാരൊക്കെ സൂക്ഷിച്ച് വേണം ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് പെടാൻ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെണികളിൽ ചെന്ന് ചാടും.